അതേ സമയത്ത് തന്നെ അവര് എതിർചേരിയിൽ പോയി അവിടെ വേണ്ടുന്ന ഫണ്ടുകളും കാര്യങ്ങളും സപ്ലൈ ചെയ്തുകൊണ്ട് യൂറോപ്പിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവൃത്തി എടുത്തെന്നാണ് ഈ ഹിറ്റ്ലർ മനസ്സിലാക്കിയത്. അതായത് സോക്കോൾഡ് ഹിറ്റ്ലർ കൊന്നത് വെറും ഏറ്റവും വലിയ രസം 933 പവറിൽ വന്നിട്ട് ഈ ഹോളോകോസ്റ്റ് നടക്കുന്ന 938 മുതൽ 45 വരെ നമുക്ക് മനസ്സിലായിടത്തോളം ഹിറ്റ്ലർ കൊന്നിട്ടുള്ളത് വെറും ജർമ്മനിയിലെ ജൂതന്മാരെയല്ല, യൂറോപ്പിലൊട്ടാകെയുള്ള അവിടെ നമ്മുടെ ഫ്രാൻസിലായിക്കോട്ടെ, അത് പിന്നെ സ്പെയിനിലായിക്കോട്ടെ, അതുപോലെ തന്നെ റൊമാനിയയിലായിക്കോട്ടെ, സെർബിയയിലായിക്കോട്ടെ, അത് ഹംഗേറിയിലായിക്കോട്ടെ, ചെക്ക് റിപ്പബ്ലിക്കിലായിക്കോട്ടെ, നമ്മുടെ എല്ലാ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ പട്ടാളവും കശാപ്പ് ചെയ്തത് ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലുള്ള യൂറോപ്പിലുള്ള നാസീസിനെ അവരുടെ അധപതനത്തിന് കാരണം ഈ ജൂതന്മാരുടെ ഡബിൾ സ്ട്രാറ്റജി കൊണ്ടാണെന്ന് പറയുന്നത്. അവർ പുറമേ നോക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയും എന്നാൽ പ്രവിശ്യ അവർ ബാക്കിൽ പോയിക്കൊണ്ട് ബാക്കിൽ നിന്നൊരു കത്തിയെടുത്ത് കട്ടപ്പ ബാക്കിൽ നിന്ന് കുത്തിയ പോലത്തെ ഒരു സീനാണ് ഹിറ്റ്ലർ വിഭാവനം ചെയ്തത്. പക്ഷേ ഇത്രയും, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത്, ഈ ജൂതന്മാരെ മൊത്തമായി ഇല്ലാതാക്കാൻ നോക്കിയത് യൂറോപ്യൻ സൊസൈറ്റിയാണ് അല്ലേ? എന്നിട്ട് ഇവർ ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ എല്ലാ സോക്കോൾഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ഒരു സമൂഹമായ ഇവന്മാർക്ക് 948 ഇവര് പലസ്തീന്റെ ഭാഗം ചെറിയൊരു ഏരിയ ആയിട്ടുള്ള അവിടെ ഫ്രീ സ്പേസിൽ നമ്മൾ നാടോടികൾക്ക് ടെന്റ് അടിച്ചിട്ട് ഓരോ നമ്മുടെ നാട്ടുകളിൽ സ്ഥലം കൊടുക്കൂലേ, അങ്ങനെ കൊടുത്തൊരു സ്ഥലമാണ് ഇസ്രായേൽ. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവന്മാര് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കയ്യേറി ഒക്യുപ്പൈഡ് ലാൻഡുകളാക്കിയിട്ടാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കിയത്. അപ്പൊ ഹിറ്റ്ലർ പറഞ്ഞതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രണ്ടിടത്ത് ഒരു കാര്യം നടക്കുന്നുണ്ട്. സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ദീസ് പീപ്പിൾ ആർ ഫക്കിംഗ് ദ സൊസൈറ്റി. ഇവർക്ക് വേണ്ടത് രാജ്യവും ഭക്ഷണവും പാർപ്പിടവും താമസവും ഭക്ഷണവും ആണെങ്കിൽ അത് പറഞ്ഞിട്ട് ഇവർ പ്രവർത്തിക്കുക. ഇവരതല്ല പറയുന്നത്. ഇവർ പറയുന്നത് എന്താ, മറ്റവൻ എന്നെ നാളെ ആക്രമിക്കുമെന്നുള്ള ഭയം കൊണ്ട് ഇന്ന് തന്നെ പോയി അവന്റെ നാട്ടിലെ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ഞാൻ കൊല്ലുകയാണ്. അംഗീകരിക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണം നിങ്ങൾ എടുത്തു.